നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്ന റീഡിങ്സ് നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മ, അവരിൽ വരുത്തുന്ന മാറ്റം, നിങ്ങളെക്കുറിച്ച് അവരെന്താണ് ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഉള്ളിലേക്ക് കടന്നു വരുന്ന ഒരു ഫീലിങ്സ് എന്താണ്, നിങ്ങളോട് അവരെന്തെങ്കിലും പറയാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നൊക്കെയുള്ളൊരു എനർജി, അതുപോലെ അവരുടെ ഒരു കറൻറ്റ് സിറ്റുവേഷൻസും എല്ലാം കണക്ട് ചെയ്ത് തന്നെയാണ് കേട്ടോ നമ്മളെപ്പോഴും റീഡിങ്സുകൾ എടുക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏത് പേഴ്സണ് വേണ്ടിയിട്ടാണോ ഇന്നത്തെ ഈ ഒരു റീഡിങ്സ് കാണേണ്ടത്, ആ വ്യക്തിയെ മനസ്സിൽ വിചാരിച്ച് ആ പേഴ്സൻ്റെ പേരൊരു 3 പ്രാവശ്യമെങ്കിലും പറഞ്ഞ് ലൈക്ക് ചെയ്ത് എനർജിയെ കണക്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടൊരു റീഡിങ്സ് ലഭിക്കാനായിട്ട്. കാരണം ജനറൽ റീഡിങ്സ് ആണ്, ഒരുപാട് വ്യക്തികൾ കാണുന്ന റീഡിങ്സ് ആണ്. അപ്പോൾ നിങ്ങൾക്കത് റെസനേറ്റ് ആവാം, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ഇന്നത്തെ ഈ ഒരു നിമിഷം ലഭിക്കാൻ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രസൻസ് റീഡിങ്സിൽ ഉണ്ടായിരിക്കണം. നിങ്ങളുടെ പ്രസൻസ് നിറഞ്ഞു നിൽക്കണം റീഡിങ്സിൽ. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്ത് എനർജിയെ കണക്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ പേഴ്സണൽ റീഡിങ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിങ്സ് എടുത്തു നോക്കണം. നിങ്ങളുടെ ബന്ധത്തെക്കുറിച്ചാണേലും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെക്കുറിച്ചാണേലും നിങ്ങൾക്ക് മുന്നോട്ടേക്ക് എന്തെങ്കിലും കാര്യങ്ങളിൽ തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ടാണേലും വിവാഹ സമയത്തെക്കുറിച്ചും വിവാഹം കഴിക്കാനായിട്ട് നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് വരുന്ന വ്യക്തിയെക്കുറിച്ചും അതുപോലെ കരിയർ മേഖലയും അതെല്ലാം ഫ്യൂച്ചർ വരെ നിങ്ങൾക്ക് ഏത് കാര്യമാണേലും ഫിനാൻഷ്യൽ അബണ്ടൻസ്, ഫിനാൻഷ്യൽ യോഗം, കുടുംബയോഗം, ഇതെല്ലാം നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാൻ സാധിക്കും. വ്യക്തമായ ചോദ്യങ്ങൾ ചോദിച്ച് തന്നെ വേണം നിങ്ങൾ റീഡിങ്സ് എടുക്കാനായിട്ട് കേട്ടോ. പേഴ്സണൽ റീഡിങ്സിനും പേയ്മെൻറ്റും ഉണ്ട്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ പേഴ്സണൽ റീഡിങ്സ് വേണമെങ്കിൽ സമീപിക്കുക. പിന്നെ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആവുകയാണെങ്കിൽ, പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പം നമുക്ക് റീഡിങ്സിലേക്ക് അടക്കാം. ക്യൂൻ ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജിയാണ് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത്. നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ അവരിൽ വളരെ സ്ട്രോങ് ആണ് കേട്ടോ. ഒരു കംഫോർട്ട് ഫീലിങ്സ് ആണ് അവർക്ക്. അവരിൽ തന്നെ ഒരു സമാധാനവും സുഖവും സന്തോഷവും സ്വസ്ഥതയും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു ഫീലിങ്സ് ആണ് നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് നോക്കുമ്പം അവരുടെ മനസ്സിലേക്ക് വരുന്നത്. അതായത് നിങ്ങളെ വലിയ ഒരു പ്രഷ്യസ് ആയ, അതായത് റെസ്പെക്റ്റ് നൽകാവുന്ന ഒരു എനർജി ആയിട്ട്, അല്ലെങ്കിൽ നിങ്ങളെ ആദരിക്കാവുന്ന ഒരു എനർജി ആയിട്ട്, നിങ്ങളെ അത്ഭുതത്തോടു കൂടി നോക്കി നിൽക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ അതേ എനർജിയോട് കൂടിയാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളെ നോക്കിക്കാണുന്നത്. അതായത് ഏറ്റവും നല്ല റെസ്പെക്റ്റ് അവരുടെ ഉള്ളിൽ നിങ്ങളോട് ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിങ്ങളോട് അങ്ങനെ ഒരു റെസ്പെക്റ്റ് അവർക്ക് ഫീൽ ചെയ്യണമെങ്കിൽ 100% നിങ്ങൾ അവർക്ക് നൽകിയ പ്രസൻസ്, സാന്നിധ്യം, സപ്പോർട്ട്, നിങ്ങളുടെ ക്യാരക്ടർ, രീതികൾ, ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ അവരുടെ ഉള്ളിൽ നിങ്ങൾക്കിടയിൽ ഒരു സെപ്പറേഷൻ ഉണ്ടെങ്കിൽ പോലും നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ചുള്ള ഓർമ്മകളെന്ന് പറയുന്നത് അവർക്ക് ഏറ്റവും പവിത്രമായ ഒന്നായിട്ടാണ് കാണുന്നത്. അവർക്ക് ചേർത്ത് പിടിക്കാൻ പറ്റുന്ന, അവർക്ക് വിട്ട് കളയേണ്ട ആവശ്യമില്ലാത്ത ഒരു എനർജി ആയിട്ട് തന്നെയാണ് കാണുന്നത്. നിങ്ങൾക്കിടയിൽ ഒരു നോ കോണ്ടാക്റ്റ് ഉണ്ടെങ്കിൽ, ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങളെക്കുറിച്ച് അവർ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ വാല്യൂ അവർ മനസ്സിലാക്കുന്നു, നിങ്ങളുടെ ആ ഒരു പവർ അവർ മനസ്സിലാക്കുന്നു, നിങ്ങളുടെ കഴിവിനെ അവർ അഭിനന്ദിക്കുന്നു. അതായത് നിങ്ങൾ എത്ര വീഴ്ചയിലും ആ വീഴ്ചയിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കാൻ ശ്രമിക്കുന്ന, നിങ്ങളെപ്പോഴും പോസിറ്റീവായിട്ട് കാര്യങ്ങളെ കാണുന്ന, എപ്പോഴും പുഞ്ചിരിച്ചുകൊണ്ട് പ്രശ്നങ്ങളെ നേരിടുന്ന ഒരു വ്യക്തി തന്നെയാണല്ലോ എന്നവരിപ്പോൾ ചിന്തിക്കുന്നുണ്ട്. ഒരു പക്ഷേ നമുക്ക് ഈ കാർഡുകളുടെ ചില ഇടങ്ങളിലേക്ക് നോക്കുമ്പം ശക്തമായിട്ട് നിങ്ങളെ ദ്രോഹിച്ചിട്ടുണ്ട്, ഫൈറ്റിംഗ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്കൊരു വിലയും കൽപ്പിക്കാതിരുന്നിട്ടുണ്ട്, നിങ്ങളെ കുരങ്ങ് കളിപ്പിച്ചിട്ടുണ്ട്. അതായത് പറ്റിക്കുന്ന പോലെ ഇട്ട് സ്നേഹം അഭിനയിച്ച സമയങ്ങളുണ്ട് ആ വ്യക്തിയുടെ ജീവിതത്തിൽ നിങ്ങളുമായിട്ട് കണക്റ്റ് ചെയ്യുമ്പോൾ. പക്ഷെ അതെല്ലാം ഇപ്പോൾ അവർക്ക് വല്ലാതെ ഒരു കുറ്റബോധം തോന്നിക്കുന്ന, അല്ലെങ്കിൽ അതിനെയെല്ലാം മറികടന്ന് നിങ്ങളോട് റെസ്പെക്റ്റ് തോന്നിക്കുന്ന ഒരു എനർജിയിലേക്കാണ് അവരുടെ സിറ്റുവേഷൻസ് ഇപ്പം നിൽക്കുന്നത്. 4 ഓഫ് വൺസിൻ്റെ എനർജിയും കൂടി അതിലേക്ക് കണക്റ്റ് ചെയ്ത് വന്നിരിക്കുന്നതാണ്. ഒരു സോൾ കണക്ഷൻസ് പോലെ പ്രിയപ്പെട്ട, അതായത് ഒരു ബാല്യകാല സഖി, അല്ലെങ്കിൽ ബാല്യകാലത്തിലെ ഏറ്റവും പവർഫുള്ളാകുന്ന 2 ബന്ധങ്ങൾ, അതായത് മുറിച്ച് കളയാൻ പറ്റാത്ത 2 ബന്ധങ്ങളെ, 2 സോളുകളുടെ എനർജി കണക്ഷൻസ് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ശരിക്കും ഇപ്പോൾ കറൻറ്റ്ലി അവരുടെ ജീവിതത്തിൽ അവരൊരു ഒറ്റപ്പെടൽ അനുഭവിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ പേഴ്സൺ ഇപ്പം ഒറ്റപ്പെട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ സ്വയം അവരോട് ഓരോ കാര്യങ്ങളെക്കുറിച്ചും, കഴിഞ്ഞു പോയ ഓരോ
കാര്യങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുന്ന, ചോദിച്ച് മനസ്സിലാക്കുന്ന ഒരു അവസ്ഥയിലാണ് കറൻ്റിലി ഈ ഒരു പേഴ്സൺ നിൽക്കുന്നത്. നിങ്ങൾ ഒരുപാട് നല്ല സപ്പോർട്ട് ഈ ഒരു പേഴ്സണ് കൊടുത്തിട്ടുണ്ടാവാം അല്ലേ? നല്ല രീതിയിൽ നിങ്ങളുടെ ഒരു മെൻ്റൽ സപ്പോർട്ട്, ഫിസിക്കൽ സപ്പോർട്ട്, അതുപോലെ ഫിനാൻഷ്യൽ സപ്പോർട്ടൊക്കെ ലഭിച്ചിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഉണ്ടോ ഇല്ലയോ എന്ന് ചിന്തിക്കാതെ ഉള്ളതുപോലെ നിങ്ങൾ ആ ഒരു വ്യക്തിയെ സപ്പോർട്ട് ചെയ്ത് സഹായിച്ച നിമിഷങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അവരുടെ ഉള്ളിലെ ചിന്തകളെന്ന് പറയുന്നത് സെപ്പറേഷനായിട്ട് നിൽക്കുന്ന വ്യക്തികളിലാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്കൊന്ന് വന്ന് ചേരാൻ പറ്റിയിരുന്നെങ്കിൽ, നിങ്ങളെ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യാനുള്ള ഒരു വിൽ പവർ, ഒരു ധൈര്യം അവർക്കുണ്ടായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളെ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്താലോ, നിങ്ങളോടൊന്ന് കുറച്ച് മനസ്സ് തുറന്ന് സംസാരിച്ചാലോ എന്നൊക്കെയുള്ള ചിന്തകൾ അവരിലേക്ക് കടന്നു പോകുന്നുണ്ട്. കമ്മ്യൂണിക്കേഷൻ ഉള്ള വ്യക്തികളാണെങ്കിൽ, ഇപ്പോഴും നിങ്ങൾ കണക്റ്റ് ചെയ്ത് പോകുന്ന വ്യക്തികളാണെങ്കിൽ 100% നിങ്ങളോട് വല്ലാത്ത ആരാധനയുണ്ട് കേട്ടോ. നിങ്ങളോടൊപ്പം നിൽക്കുന്ന വ്യക്തിക്ക്, അവർക്കിപ്പം നിൽക്കുന്ന സിറ്റുവേഷൻസ്, നിങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഏറ്റവും കംഫർട്ട് സോണായിട്ട് അവർക്കൊരു സുരക്ഷിതം ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളോട് തുറന്ന് സംസാരിക്കാൻ, നിങ്ങളോട് അവരുടെ പ്രശ്നങ്ങൾ പറയാൻ, നിങ്ങളോടൊപ്പം കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ, അതുപോലെ നിങ്ങളെ കാണാനും നിങ്ങളെ കേൾക്കാനും ഒക്കെ അവർക്ക് വളരെ ആഗ്രഹമുണ്ട്. എപ്പോഴും അവരത് ചിന്തിക്കുന്നുണ്ട്. മാത്രമല്ല അവർക്കൊരു ലക്കി എനർജി ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങളെന്ന് പറയുന്നതിന് ഈ പേഴ്സണ് ലഭിച്ചത് ഒരു ലക്കാണ്, അതൊരു ഭാഗ്യമായിരുന്നു. സെപ്പറേറ്റഡ് ആയിട്ടിരിക്കുന്ന വ്യക്തികളിലേക്ക് നോക്കുമ്പം ഒരു വല്ലാത്ത ഭാഗ്യമായിരുന്നു കയ്യിൽ വന്നു പോയതെന്ന് ചിന്തിക്കുന്ന എനർജിയും, നിങ്ങളിപ്പോൾ കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന വ്യക്തികളാണ് എങ്കിൽ അവരുടെ ഭാഗ്യമായിട്ട് നിങ്ങളെ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരിക്കലും നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയിലേക്ക് നിങ്ങൾ ചിന്തിക്കുന്ന പോലെ ഇച്ചിരി ദേഷ്യമോ ഒരു സെപ്പറേഷനോ ഇച്ചിരി അകലമൊക്കെ അവർ പാലിക്കുന്നുണ്ടെങ്കിലും നിങ്ങളോടുള്ള സ്നേഹത്തിനൊന്നും യാതൊരു കുറവും ആ ഒരു വ്യക്തിയുടെ ഉള്ളിലില്ല കേട്ടോ. എപ്പോഴും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതായിട്ടും, നിങ്ങൾ അരികിലേക്ക് എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്നതായിട്ടും, നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്താൻ ആഗ്രഹിക്കുന്നതായിട്ടും, അതുപോലെ നിങ്ങൾക്കിടയിൽ എന്തെങ്കിലുമൊക്കെ വാഗ്വാദങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അത് അവർ തന്നെ മുൻകൈ എടുത്ത് പരിഹാരം കാണാമെന്ന് ചിന്തിക്കുന്ന ഒരു എനർജിയിലേക്കുമൊക്കെ തന്നെയാണ് വന്ന് നിൽക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ശക്തമാകുന്നൊരു സോൾ കണക്ഷൻസ് ആണ്. അവരെ സംബന്ധിച്ച് ലൈഫ് ലോങ് കമ്മിറ്റഡ് ആയിട്ട് ജീവിതാവസാനം വരെ ഈ ഒരു ബന്ധത്തെ അവർ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. അതായത് നിങ്ങളെ വിട്ട് കളയുക എന്നത് അവർക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ നിങ്ങളില്ലാത്ത ഒരു ലോകം, നിങ്ങളില്ലാത്തൊരു ജീവിതം ഈ പേഴ്സണ് മനസ്സിൽ ചിന്തിക്കുമ്പം വളരെ താങ്ങാൻ വയ്യാത്ത ഒരു ഭാരം പോലെ ഫീൽ ചെയ്യുന്നതായിട്ട് നമുക്ക് എനർജിയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ശക്തമായിട്ട് നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് അവർ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളോടൊപ്പം കഴിഞ്ഞുകൂടിയ നിമിഷങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. ആ സമയത്ത് അവരനുഭവിച്ച ആനന്ദത്തെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. അവരുടെ ലൈഫിലെ ഏറ്റവും പവർഫുള്ളായ, ഏറ്റവും സന്തോഷകരമായ, ഏറ്റവും സുഖകരമായ ഒരു ലൈഫ് സിറ്റുവേഷൻസ് അത് നിങ്ങളോടൊപ്പം ആയിരുന്നു എന്നുള്ളതെല്ലാം ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. ശരിക്കും നിങ്ങളെ വളരെ സ്ട്രോങ് ആയിട്ട് അവർ കാണുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ എവിടേക്കോ നിങ്ങൾക്കിടയിലൊരു ബൗണ്ടറി ഉണ്ട്, ഒരു തുറന്നു പറയാത്ത സിറ്റുവേഷൻസുകൾ. ചില സമയത്ത് ഈ ഒരു പേഴ്സൺ നിങ്ങളോട് ശക്തമായിട്ട് ഫൈറ്റിംഗ് ചെയ്യുന്നുണ്ടാവാം. അതായത് നിങ്ങൾക്കും ഒരു ക്ലാരിറ്റി നഷ്ടപ്പെടുത്താൻ രീതിയിൽ ഈ വ്യക്തിക്ക് സ്നേഹമുണ്ടോ, അല്ലെങ്കിൽ ഈ വ്യക്തിയെ വിശ്വസിക്കാമോ, ഈ പേഴ്സൺ ചീറ്റിംഗ് ചെയ്യുന്ന വ്യക്തിയാണോ എന്നുള്ളൊരു ചിന്ത നിങ്ങളിൽ പോലും കണക്റ്റ് ചെയ്യാൻ പാകത്തിന് ഈ ഒരു വ്യക്തി ചില സമയങ്ങളിൽ നിങ്ങളോട് വളരെ മോശമായി പെരുമാറിയിട്ടുണ്ട്. അല്ലെങ്കിൽ കറൻ്റ്ലി കണക്റ്റഡായി പോകുന്ന വ്യക്തികൾക്ക് അത് എക്സ്പീരിയൻസ് ഇപ്പം നിങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങളുടെ ഉള്ളിൽ തോന്നും, ഇത് ശരിക്കും സത്യമാണോ, ഇത് വിശ്വസിക്കാമോ, ഇത് നിലനിൽക്കുന്നതാണോ, നിങ്ങൾ ചതിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം നിങ്ങളുടെ ഉള്ളിൽ വരുന്നുണ്ടെങ്കിലും നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക, 100% ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾക്കൊരു പ്രാധാന്യമുണ്ട്, ഒരു സ്ഥാനമുണ്ട് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ശരിക്കും ഈ ഒരു പേഴ്സൺ ഒരുപാട് സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട്. ചിലരെ സംബന്ധിച്ച് വിവാഹം പോലുള്ളൊരു എനർജി, ലൈഫ് ലോങ് കമ്മിറ്റഡ് ആയിട്ട് ലൈഫ് ലോങ് നിങ്ങളെ വിട്ടുകളയാതെ കൂടെ ചേർത്ത് കൊണ്ടുപോകുക എന്നതൊക്കെ കുറച്ച് സ്ട്രഗിളാണ് കേട്ടോ. അതൊരു എഫോർട്ട് എടുക്കേണ്ട, കുറച്ച് പ്രശ്നങ്ങളെ മറികടന്നു പോകേണ്ട സിറ്റുവേഷൻസ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അബണ്ടൻസ് ആണ് നിങ്ങളെന്ന് പറയുന്നത് അവർക്ക് ഒരു ഭാഗ്യമാണ് കേട്ടോ. നിങ്ങളുടെ എനർജി അവരുമായിട്ട് കണക്റ്റഡ് ആകുന്ന സമയത്ത് അവർക്ക് ഒരുപാട് ഭാഗ്യവും സന്തോഷവും പോസിറ്റീവ് ആകുന്ന ഒരു അവർക്കൊരു വലിയൊരു ചേഞ്ച്, മാറ്റങ്ങളാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുമ്പം നിങ്ങൾ വല്ലാതെ റെസ്പെക്റ്റ് ചെയ്യുന്നൊരു ഫീലിങ്സ്,
നിങ്ങൾ ഒറ്റയ്ക്ക് പോരാടി വിജയിക്കുന്ന, അല്ല ഒറ്റയ്ക്ക് നിലനിന്നു പോകുന്ന, മറ്റുള്ളവരെ ആശ്രയിക്കാതെ നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന വിധം ഒരു പ്രൗഡായ ഒരു എനർജി വൈബുള്ള വ്യക്തിയായിട്ടൊക്കെ ആ ഒരു പേഴ്സൺ നിങ്ങളെ കാണുന്നുണ്ട്. ശരിക്കും ആരാധനയോടുകൂടിയാണ് ഈ ഒരു വ്യക്തി നിങ്ങളെ നോക്കി കാണുന്നത്. പക്ഷേ ചിലപ്പോൾ അത് നിങ്ങളിൽ പ്രകടിപ്പിക്കുന്നില്ലായിരിക്കാം. നിങ്ങളോട് പെരുമാറുന്ന രീതികൾക്ക് വ്യത്യാസമുണ്ടാകാം. നിങ്ങൾക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത വിധമുള്ള ചില എക്സ്പീരിയൻസുകളായിരിക്കാം. റീഡിങ്സിൽ കേൾക്കുന്നതല്ല നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്കിൽ അവരുടെ മനസ്സ് അങ്ങനെ തന്നെയാണ് കേട്ടോ. അവരെപ്പോഴും ഒരു പക്ഷേ നിങ്ങളോട് വളരെ മോശമായിട്ട് കുറച്ച് ദേഷ്യത്തിലൊക്കെ നിങ്ങളോട് പെരുമാറിയാൽ പോലും അത് പിന്നീട് ഓർത്ത് സന്തോഷിക്കുന്ന, അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തെ ഓർത്ത് അവരറിയാതെ ഒരു എന്താ പറയുക, അവർക്ക് അവരോട് തന്നെ വല്ലാത്ത ഒരു റെസ്പെക്റ്റ് തോന്നും. കാരണം നിങ്ങളുടെ സ്നേഹം അവരിലേക്ക് എപ്പോഴും ഒഴുകി എത്തുന്നു എന്നുള്ളത്, നിങ്ങളവരെ വിട്ടുകളയാതെ പിടിച്ചു നിർത്തുന്നതൊക്കെ അവർക്ക് അവരോട് തന്നെ ഒരു സെൽഫിഷ് ഫീലിങ്സ് ഒക്കെ തോന്നിക്കുന്ന ഒരവസ്ഥയാണ്. അതായത് അവരത്രയ്ക്ക് നല്ല രീതിയിലാണ് നിങ്ങളിൽ പലരുടെ എനർജിയിലേക്ക് നോക്കുമ്പം നിങ്ങളെ കാണുന്നത്. പക്ഷെ തടസ്സങ്ങളുണ്ട് കേട്ടോ. മറ്റുള്ളവരുടെ പ്രസൻസ് ഇതിനകത്ത് കുറച്ച് പ്രോബ്ലംസുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, കുറച്ച് തടസ്സങ്ങൾ ഉണ്ടാക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. 5 ഓഫ് വാൻസിൻ്റെ എനർജി ഇതിൽ സ്ട്രോങ് ആയിട്ട് വരുന്നുണ്ട്. മദർ എനർജിയെ കണക്റ്റ് ചെയ്ത് ശക്തമാകുന്ന തടസ്സം, ഫൈറ്റിങ്, ഹാർട്ട് ബ്രോക്കണ് എല്ലാം വെല്ലുവിളിയുണ്ട്. ഇതിനകത്ത് ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് മദർ എനർജി, ഒരു ഓൾഡ് ലേഡി പ്രസൻസ് ആണ്. അല്ലെങ്കിൽ റെസ്പെക്റ്റ് കേൾക്കേണ്ട ഒരു ഫെമിനിയൻ എനർജിയുടെ പ്രസൻസ് ആണ് ഈ ഒരു റിലേഷനിൽ ശക്തമാകുന്ന വെല്ലുവിളിയായിട്ട് നിൽക്കുന്നത്. ആ വെല്ലുവിളിക്ക് അപ്പുറത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അത് ഒരുപാട് പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ബന്ധത്തിനകത്ത് ഒരു പൊയ്മുഖം പോലെ പലതരത്തിലുള്ള രീതിയിലെ സാഹചര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ചിലപ്പോൾ ഈ വ്യക്തി നിങ്ങൾക്ക് വേണ്ടിയിട്ട് റിസ്ക് എടുക്കാൻ തയ്യാറാകുമ്പം അതുപോലെ തന്നെ ഈ വ്യക്തി നിങ്ങൾക്കെതിരെ നിങ്ങളെ പ്രതിരോധിച്ച് നിങ്ങളോട് ശക്തമായിട്ട് ഫൈറ്റിംഗ് ചെയ്യുന്ന സിറ്റുവേഷൻസിലേക്ക് പോകുന്നുണ്ട്. വളരെ ഈഗോ എനർജിയും പ്രശ്നങ്ങളും എല്ലാം ഒന്നുമാറി ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരു സിറ്റുവേഷൻസാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിൻ്റെ മെയിൻ കാരണം ഒരു ഫെമിനിയൻ എനർജിയുടെ പ്രസൻസ് നിങ്ങളുടെ ബന്ധത്തിൽ ശക്തമാകുന്ന വെല്ലുവിളി പോലെ നിൽക്കുന്നുണ്ട്. അത് ചെറിയ ഒരു പ്രസൻസ് ആയിട്ട് പറയാൻ പറ്റില്ല. വളരെ സ്ട്രോങ് ആയ, വളരെ കഴിവുള്ള, എന്തും ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള പവർഫുള്ളായ ഒരു ലേഡി പ്രസൻസ് തന്നെയാണ് നിങ്ങളുടെ റിലേഷനിൽ സ്ട്രോങ് ആയിട്ട് പ്രോബ്ലംസുകൾ ക്രിയേറ്റ് ചെയ്യുന്നത്. മാത്രവുമല്ല ആ വ്യക്തിയെ സംബന്ധിച്ച് ഒരു ജസ്റ്റിസ് എനർജിയിലാണ്, ഒരു പരീക്ഷണ കാലഘട്ടത്തിലൂടെയാണ് നിങ്ങളുടെ പേഴ്സൺ കടന്നു പോകുന്നത്. ഒരു പക്ഷേ ആ വ്യക്തിയെ സംബന്ധിച്ച് ലീഗൽ പരമായ പ്രശ്നങ്ങളിൽ ചെന്ന് പെടാൻ സാധ്യതയുണ്ട്. മറ്റു പല കുടുക്കുകളിലും ചെന്ന് പെട്ടുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. അതുപോലെ ഫ്യൂച്ചർ പ്ലാനിങ്ങിനൊക്കെ ബ്ലോക്കേജ് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും നേരിടുന്നതായിട്ടുള്ളൊരു എനർജിയാണ് നമുക്ക് ഈ ഒരു വ്യക്തിയിൽ കാണാൻ സാധിക്കുന്നത്. കൂടാതെ തന്നെ വേൾഡ് കാർഡിൻ്റെ എനർജിയാണ്. ഒരു ട്രാപ്പ് ഫീലിങ്സ് ഉണ്ട് നിങ്ങളുടെ പേഴ്സണ്. ആഗ്രഹമുണ്ട്, നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് വലിയ രീതിയിൽ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. നിങ്ങളുടെ സഹനം, നിങ്ങളുടെ പൂർണ്ണത, നിങ്ങളുടെ പോസിറ്റിവിറ്റി എല്ലാം ഈ പേഴ്സൺ വളരെ സ്ട്രോങ് ആയിട്ട് കണക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ആ വ്യക്തിയുടെ ഉള്ളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു ട്രാപ്പ് ഫീലിങ്സ് ആണ് കേട്ടോ. ഒരു ആശയക്കുഴപ്പമുണ്ട് എന്ന് തന്നെ പറയാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങളിൽ നിന്നും അകന്നു പോകുന്നതായിട്ടോ, നിങ്ങൾക്ക് ഇടയിലൊരു ബൗണ്ടറി ഇട്ട് ഈ ഒരു പേഴ്സൺ നിൽക്കുന്നതായിട്ടോ, അല്ലെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയിലേക്ക് ഒരു രീതിയിലും കണക്റ്റഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ശക്തമാകുന്ന രീതിയിൽ ആ വ്യക്തി ഒരു ബൗണ്ടറി ഇട്ട് നിൽക്കുന്നു എന്നുള്ളൊരു ഫീലിങ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ നമുക്കിവിടെ പറയാൻ സാധിക്കുന്നത് ആ വ്യക്തിക്ക് ഒരു അൺകണ്ടീഷണൽ ലവ് ആണ്. അവരെന്തെല്ലാം ചെയ്താലും അവരുടെ അവർക്ക് ചുറ്റുമുള്ള മറ്റ് ബന്ധങ്ങളെയും സാഹചര്യത്തെയും ബേസ് ചെയ്ത് തന്നെയാണ് അവരോരോന്നും നിങ്ങൾക്ക് മുന്നിൽ കാണിച്ചു കൂട്ടുന്നത്. അപ്പം ഇതിനകത്ത് അവർക്ക് ബർഡൻ ഉണ്ട്, പ്രശ്നങ്ങളുണ്ട്. ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ അവർക്ക് അവരുടെ തലയ്ക്ക് മുകളിലൂടെ കടന്നു പോകുന്നുണ്ട്, ഉത്തരവാദിത്തങ്ങളുണ്ട്. പക്ഷേ അതിനിപ്പുറത്തേക്ക് നോക്കുമ്പോൾ നിങ്ങളെന്ന് പറയുന്ന പേഴ്സണോട് അവർക്കുള്ളത് അൺകണ്ടീഷണലായ ലവ് ആണ് കേട്ടോ. നിങ്ങൾക്ക് പകരമായിട്ട് അവരുടെ ജീവിതത്തിലേക്ക് ഇന്നുവരെ ഒരു വ്യക്തിയും വന്നിട്ടുമില്ല, ഇനിയിട്ട് വരാൻ പോകുന്നുമില്ല എന്നുള്ളൊരു ഫീലിങ്സ് അവരുടെ ഉള്ളിലുണ്ട്. അതിപ്പോൾ ഒരു പുറമേ ഉള്ളൊരു സൗന്ദര്യം കൊണ്ടോ പണം കൊണ്ടോ പ്രതാപം കൊണ്ടോ ഒന്നുമല്ല.
അവരുടെ മനസ്സിൽ തട്ടിയ അല്ലെങ്കിൽ അവരുടെ മനസ്സുകൊണ്ട് അവർ അക്സെപ്റ്റ് ചെയ്ത അവർക്ക് പ്രിയപ്പെട്ട ഒന്ന് എന്ന് തോന്നിക്കുന്ന ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻസ് പോലെ തോന്നിക്കുന്ന അല്ലെങ്കിൽ അവരുടെ ഒരു പാതിയാണ് അവരുടെ ജീവിതത്തിലേക്ക് ഏറ്റവും പ്രാധാന്യം കൊടുക്കാൻ പറ്റുന്ന ഏത് സാഹചര്യത്തിലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു എനർജി പോലെയാണ് നിങ്ങളെ അവർ കാണുന്നത്. അവരുടെ മനസ്സ് നിറച്ചും നിങ്ങളോട് തന്നെയാണ് സ്നേഹം. അവരുടെ സാഹചര്യങ്ങൾ മറ്റു പല രീതിയിലാണെങ്കിലും നിങ്ങളെ അവർ ഒരുപാട് സ്നേഹിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. നിങ്ങൾക്കിടയിൽ ലോങ് ഡിസ്റ്റൻസിലൊക്കെ ഉള്ളവർ, ചിലരൊക്കെ എബ്രോഡൊക്കെ ഉള്ള വ്യക്തികളെ കാണുന്നുണ്ട്. ആ എനർജിയിലേക്കൊക്കെ നോക്കുമ്പം നിരാശയാണ് ഇപ്പം. ഒരു പക്ഷേ പാസ്റ്റിൽ ഈ ഒരു പേഴ്സണും നിങ്ങളും തമ്മിലുള്ള റിലേഷനിൽ നിങ്ങൾ കുറച്ച് പൊസസീവ്നെസ് ആയി പെരുമാറിയിട്ടുണ്ടാവാം. നിങ്ങൾ ഓവറായിട്ട് ഹോൾഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടാവാം. എപ്പോഴും ഇവരെക്കുറിച്ച് അന്വേഷിക്കുകയും ഇവരെ എപ്പോഴും ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു സമയമൊക്കെ ഉണ്ടാകാം. പക്ഷേ ഇപ്പം നിങ്ങൾ അതിൽ നിന്നെല്ലാം പിന്മാറിയ വ്യക്തികൾ, അവരെ ഫോക്കസ് ചെയ്യുന്നില്ല, അവരെ കോൾ ചെയ്യാൻ ശ്രമിക്കുന്നില്ല, അവരുടെ സാന്നിധ്യത്തിന് വേണ്ടി നിങ്ങൾ ശ്രമിക്കുന്നില്ല. ഇതൊക്കെ ഇപ്പോൾ അവരെ സംബന്ധിച്ച് നിങ്ങൾക്കിടയിൽ ഒരു ലോങ് ഡിസ്റ്റൻസ് കൂടി വന്നപ്പം ഒരു നിരാശയിൽപ്പെട്ട അവസ്ഥയാണ് അവരിപ്പോൾ. എന്തോ ഒരു വലിയൊരു കാര്യം അവരുടെ ജീവിതത്തിൽ അവരെ നിലനിർത്തിയിരുന്ന ഒരു സിറ്റുവേഷൻസ് നഷ്ടപ്പെട്ടു പോയ, അവസാനിച്ചു പോയ ഒരു മരിച്ച വ്യക്തിയുടെ ശരീരം പോലെ. അതായത് അവർക്ക് ഒന്നുമില്ല, ആസ്വദിക്കാനോ സന്തോഷിക്കാനോ അവർക്ക് ചിന്തിക്കാനോ ഒന്നുമില്ലാത്ത ഒരവസ്ഥയിലാണ് കറൻറ്റിലി നിൽക്കുന്നതായിട്ട് കാണുന്നത്. അതുപോലെ തന്നെ ബന്ധനമാണ് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ സംബന്ധിച്ച് ഇവർ ഭൗതികപരമാകുന്ന മെറ്റീരിയലിസ്റ്റിക് ആകുന്ന ചില കാര്യങ്ങളെ ഫോക്കസ് ചെയ്തിരുന്നു. ഒരു പക്ഷേ സാമ്പത്തിക നേട്ടത്തിനോ മറ്റു പേരും പ്രശസ്തിക്കൊക്കെ വേണ്ടിയിട്ടൊക്കെ കുറച്ച് ഫോക്കസ് ചെയ്തു പോയ ചില വ്യക്തികളുടെ എനർജിയും കണക്റ്റഡ് ആകുന്നുണ്ട്. അവരെ സംബന്ധിച്ച് അവർ പോയ വഴിയെന്ന് പറയുന്നത് അവരെ ട്രാപ്പിലാക്കിയിരിക്കുകയാണ് കേട്ടോ. അവർ മറ്റു ഭൗതികപരമാകുന്ന കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്തുവെങ്കിൽ അത് അവരെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിന് തന്നെ തളച്ചിട്ട പോലെ, അവരെ എവിടെയോ ബന്ധനത്തിലാക്കിയതുപോലെ, അല്ലെങ്കിൽ അവരെ മറ്റെന്തൊക്കെയോ വ്യക്തികളുടെ മറ്റും പ്രസൻസ് അവരെ ഫോക്കസ് ചെയ്യുന്നു അല്ലെങ്കിൽ അവരെ കൺട്രോൾ ചെയ്യുന്നു എന്നുള്ള ഒരു എനർജിയിൽ അവർ നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതിൻ്റെ കുറച്ച് തലവേദന അവർ അനുഭവിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളും കുറച്ച് തിരിച്ചറിവുകളും എല്ലാം വന്നു കഴിഞ്ഞപ്പം അവരെ സംബന്ധിച്ച് അവർക്ക് നിലനിൽക്കാൻ പറ്റുന്നില്ല. വല്ലാതെ ഒരു മാനസിക വിഷമവും ബുദ്ധിമുട്ടുമൊക്കെ അനുഭവിക്കുന്നതായിട്ടാണ് കാണുന്നത്. 10 ഓഫ് പെന്റിക്കിൾസിൻ്റെ എനർജിയാണ് നിങ്ങളെ ഒരു ഹാപ്പി ഫാമിലി ആയിട്ടാണ് കാണുന്നത്. അവരുടെ കുടുംബം അല്ലെങ്കിൽ അവരുടെ ഒരു സമൃദ്ധി, അവരുടെ ഒരു സന്തോഷം, അവർക്ക് എന്തോ ഒരു പുനർജന്മം ലഭിക്കുന്ന പോലുള്ളൊരു ഫീലിങ്സ് ഒക്കെയാണ് നിങ്ങളെക്കുറിച്ചുള്ള വ്യക്തിയെ ഓർക്കുമ്പോൾ അവർക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങളുടെ റിലേഷൻ്റെ എനർജിയിലേക്ക് നോക്കുമ്പോൾ പൂർണ്ണമായും തകർന്നു പോയ, ഒരു പക്ഷേ നിങ്ങളുടെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കമ്മ്യൂണിക്കേഷൻ പ്രശ്നം വെച്ചോ ആക്ഷൻ എടുത്ത രീതികളെ വെച്ചോ ഒക്കെ ആയിരിക്കാം ഏറ്റവും ശക്തമായിട്ട് ഈ ഒരു ബന്ധത്തിന് തകർച്ച, വീഴ്ച സംഭവിച്ചത്. പക്ഷേ എന്നാൽ തന്നെ നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെ തന്നെയാണ് അവരുടെ പാർട്ട്ണർ എന്ന സ്ഥാനത്ത്, അവരുടെ പ്രിയപ്പെട്ട, അവർക്ക് സ്പെഷ്യലായിട്ടുള്ള ഒരു എനർജി ആയിട്ട് നിങ്ങളെ തന്നെയാണ് കാണുന്നത്. നിങ്ങളെ അവരുടെ കുടുംബമായിട്ട് കാണുന്നു, അവരുടെ കുടുംബാംഗമായിട്ട് കാണുന്നു. അവരുടെ ജീവിതത്തിലെ അവർക്ക് വേണ്ട ഏറ്റവും മൂല്യമായ ഒന്നായിട്ട് തന്നെയാണ് നിങ്ങളെ കാണുന്നത്. അതുപോലെ തന്നെ ഒരുപാട് സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട്. ഹെൽത്ത് ഇഷ്യൂയിലൂടെയൊക്കെ തന്നെയാണ് ഈ ഒരു പേഴ്സൺ കടന്നു പോകുന്നത്. അതായത് നിങ്ങളെ ചീറ്റിംഗ് ചെയ്തു എന്നുള്ളതെല്ലാം ഇപ്പം വ്യക്തി തിരിച്ചറിയുന്നുണ്ട്. അതായത് നിങ്ങളോട് ചെയ്തത് തെറ്റാണ്. ഒരുപക്ഷെ നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമാവാം, നിങ്ങൾ അനുഭവിക്കുന്ന മാനസിക വിഷമത്തിൻ്റെ ഫലമാവാം, നിങ്ങളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ദുസ്സഹമായ സാഹചര്യമാവാം അവരെക്കുറിച്ച് ഇതെല്ലാം തിരിച്ച് ചിന്തിക്കേണ്ടി വരുന്നൊരു സിറ്റുവേഷൻസ് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. എപ്പോഴും ചിന്തിക്കുന്നു, കുറ്റബോധം തോന്നുന്നു, തെറ്റ് തിരുത്തണമെന്ന് ആഗ്രഹിക്കുന്നു, അതിനുള്ളൊരു മാർഗം കാണിച്ചു തരണമെന്ന് പ്രപഞ്ചശക്തിയോട് അവർ ആവശ്യപ്പെടുന്നുണ്ട്. അവരിൽ ഏറ്റവും വലിയ മാനസിക വിഷമം അനുഭവിക്കുന്നത് നിങ്ങളെ അവർ ചീറ്റിംഗ് ചെയ്തു എന്നുള്ള ആ ഒരു ചിന്ത തന്നെയാണ് കേട്ടോ. അവർക്കതിൽ വലിയ ബുദ്ധിമുട്ടുണ്ട്. അതുപോലെ തന്നെ മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. അവരുടെ സിറ്റുവേഷൻസിൽ അവർ ഫോക്കസ്ഡ് ആണ്, അവർ നിൽക്കുന്നിടത്ത് അവർ ഫോക്കസ്ഡ് ആണ്. അതുപോലെ തന്നെ അവരുടെ ലൈഫിലെ മറ്റ് കാര്യങ്ങളിൽ അവരുടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്നൊന്നും അവർ വിട്ട് നിൽക്കുന്നില്ലെങ്കിലും നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെ ഫോക്കസ് ചെയ്യുന്നുണ്ട്, ഹോൾഡ് ചെയ്യുന്നുണ്ട്. റിയൂണിയൻ പ്രസൻസ്, അതുപോലെ സിംഗിൾ എനർജിയിലുള്ളവർക്ക് മാരിയേജ് പ്രസൻസ് ഒക്കെ അവരുടെ ഉള്ളിലും ഒരു തീരുമാനം പോലെ വരുന്നുണ്ട്. ഇന്നത്തെ മാരിയേജ് എനർജിയൊക്കെ ബ്ലോക്കായി പോയവരുണ്ട് കേട്ടോ പാസ്റ്റിലേക്ക് നോക്കുമ്പോൾ.
ഓപ്ഷൻസുകൾ വന്ന് നിന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. നിങ്ങളെ കൂടാതെ അവർക്ക് വേറെ അവസരങ്ങൾ വന്നു, പല രീതിയിലുള്ള പ്രലോഭനങ്ങളിലേക്ക് അവർ പെട്ടുപോയ സിറ്റുവേഷൻസ് ഒക്കെ കാണുന്നുണ്ട്. അത് മാര്യേജ് എനർജിയിലൂടെ കടന്നു പോകണമെന്ന് ആഗ്രഹിച്ച വ്യക്തികൾക്കാണ് ചില പ്രലോഭനങ്ങളിൽ ചെന്ന് ചാടേണ്ടി വന്നു, ഓപ്പർച്യൂണിറ്റീസുകളിൽ ചെന്ന് പെടേണ്ടി വന്നു. അപ്പോൾ ഇതെല്ലാം അവരെ സംബന്ധിച്ച് നമുക്ക് നോക്കുമ്പോൾ പറയാൻ സാധിക്കുന്നത്, അവരുടെ ജീവിതത്തിൽ അവർക്ക് കണ്ണ് കെട്ടിക്കളഞ്ഞ, അവർക്കൊരു അബദ്ധം പറ്റിയ സിറ്റുവേഷൻസ് കാണിക്കുന്നുണ്ട്. ചിലരെ സംബന്ധിച്ച് മാര്യേജ് എനർജിയിലേക്ക് പോകാത്തവരെ സംബന്ധിച്ച് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലേക്ക് അവർ റീകണക്റ്റ് ചെയ്യപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ നമുക്കിവിടെ മറ്റൊരു കൺഫ്യൂഷൻ എനർജി അവരുടെ ഉള്ളിലുണ്ട്. നിങ്ങൾ ഈ ബന്ധത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് പോയോ, ഇനി നിങ്ങൾ ഒരിക്കലും തിരിച്ചു വരാത്ത വിധം നിങ്ങളെല്ലാം ഉപേക്ഷിച്ച് ഈ റിലേഷനിൽ നിന്ന് പുറത്തു പോയോ എന്നുള്ളൊരു കൺഫ്യൂഷനും കുറച്ച് ആളുകളുടെ ഉള്ളിലുണ്ട് കേട്ടോ. നോ കോണ്ടാക്റ്റിലുള്ളവരുടെ ഉള്ളിലാണ് കേട്ടോ അതുള്ളത്. ഒരു ന്യൂ ബിഗിനിങ് അവർ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ അവർക്കൊരു ആത്മവിശ്വാസക്കുറവുണ്ട്. കാരണം നിങ്ങൾ ഈ റിലേഷനിൽ നിന്ന് ഇനി വിട്ടുപോയിട്ടുണ്ടാവുമോ, നിങ്ങളിനി ഈ ബന്ധത്തിലേക്ക് തിരിച്ചു വരാതെ ഒരു പൂർണ്ണമായിട്ട്, അതായത് നിങ്ങൾ അത്രത്തോളം വെയിറ്റ് ചെയ്തിട്ടുണ്ടാവാം, നിങ്ങൾ അത്രത്തോളം എക്സ്പീരിയൻസ് പെയിൻ എനർജിയിലൂടെ കടന്നു പോയിട്ടുണ്ടാവാം. അപ്പം നിങ്ങൾ പൂർണ്ണമായിട്ടും ഈ ബന്ധത്തിൽ നിന്ന് പോയോ എന്നുള്ള ഒരു ചിന്ത അവരെ പിടികൂടുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന മറ്റൊരു എനർജി, ഫാമിലിപരമായ ചില ഇടപെടലുകൾ നിങ്ങളുടെ റിലേഷനിലുണ്ട് കേട്ടോ. ഏത് തരത്തിലുള്ള ബന്ധമായാലും നിങ്ങളുടെ റിലേഷനിൽ ഫാമിലിപരമാകുന്ന ഒരു ഫോക്കസിംഗ് ഉണ്ട്. അവരുടെ ഫാമിലിയോ നിങ്ങളുടെ ഫാമിലിയോ എപ്പോഴും വാച്ചിങ് ചെയ്യുന്നതായിട്ടും കുറ്റപ്പെടുത്തുന്നതായിട്ടും, അതായത് മറ്റൊരു ദിശയിലേക്ക് മാറ്റിവിടാൻ, അതായത് ഇതിൽ നിന്നും പുറത്ത് കടന്നു പോകാൻ, നിങ്ങൾ തമ്മിലുള്ള റിലേഷനിൽ നിന്നും ചേഞ്ച് വരാൻ വേണ്ടിയിട്ട് ശക്തമായിട്ടുള്ള ചില ഇന്നർ വർക്കുകൾ ചെയ്യുന്നുണ്ടെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. മദർ എനർജിയോ ഓൾഡ് ലേഡി പ്രസൻസോ തന്നെയാണ് ഈ ബന്ധത്തിനകത്ത് ഏറ്റവും കൂടുതൽ പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതൊരു വിഡോ എനർജിയിലുള്ള ലേഡിയും ആവാം, സഹോദര സ്ഥാനത്തുള്ളൊരു ലേഡി പ്രസൻസും ആവാം. വളരെ ശക്തമായിട്ടാണ് അവർ ഈ ഒരു ബന്ധത്തിന് അതിർവരമ്പ് ക്രിയേറ്റ് ചെയ്യുന്നത് കേട്ടോ. എന്താണെങ്കിലും നിങ്ങളുടെ വ്യക്തിയെ സംബന്ധിച്ച് റീയൂണിയൻ ആഗ്രഹിക്കുന്നുണ്ട്, ഒരു റീയൂണിയൻ നിങ്ങളുമായിട്ട് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അവരിപ്പോൾ എലോൺ എനർജിയിലാണ് കേട്ടോ. വേറെ തേർഡ് പാർട്ടി പ്രസൻസുകളോ വേറെ ബന്ധങ്ങളോ ഒന്നും ഈ ഒരു എനർജിയിൽ കണക്റ്റഡ് ആയിട്ടില്ല. അവരിപ്പോൾ ഒറ്റയ്ക്കാണ്, സെൽഫായിട്ടാണ് അവർ നിൽക്കുന്നത്. അവർ എല്ലാ കാര്യങ്ങളിൽ നിന്നും മാറി ഒറ്റപ്പെട്ട് ഒരു ബൗണ്ടറി ഇട്ട് ആർക്കും മനസ്സ് തുറക്കാനോ അവരെ മനസ്സിലാക്കാനോ അവരെക്കുറിച്ച് കൂടുതൽ അറിയാനോ ഒന്നും പറ്റാത്ത വിധം അവർ മാറി നിൽക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്.